Hey guys, people will easily get attached to inconsistency in relationship. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം പാർട്ട്ണർ വാംത്ത് തരുവാണെങ്കിൽ പിറ്റേ ദിവസം ദേ ആർ ഗോൺ, ഇമോഷണലി അൺഅവൈലബിൾ ആയിരിക്കും. സോ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പായിട്ട് ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആയി പോകും. ദേ ക്രേവ് ഫോർ ദാറ്റ് ടൈം. ആ ഒരു ആള് ഇമോഷണലി അവൈലബിൾ ആവുന്ന ആ നിമിഷത്തിന് വേണ്ടി അവർ ക്രേവ് ചെയ്യും. അവർ ഭയങ്കര ഒബ്സസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സ്നേഹം കിട്ടിയാലോ അല്ലെങ്കിൽ റീഅഷുറൻസ് കിട്ടിയാലോ എന്ന് വിചാരിച്ച് ആ റിലേഷൻഷിപ്പിൽ തന്നെ അങ്ങ് നിൽക്കും. അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ലീവ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവരെ തന്നെ സമാധാനിപ്പിക്കും, അടുത്ത ടൈമിൽ ശരിയാവും. ആൻഡ് അവർക്ക് ആ സ്നേഹം കിട്ടുന്ന സമയത്ത് അവർ വളരെ ഹാപ്പി ആയിരിക്കും. സോ ദിസ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഈസ് ലൈക്ക് ഗിവിങ് മിക്സഡ് സിഗ്നൽസ്. ചിലപ്പോൾ സ്നേഹം കൊടുക്കും, ചിലപ്പോൾ സ്നേഹം കൊടുക്കില്ല. ആൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിലേഷൻഷിപ്പ് നീഡ്സ് കൺസിസ്റ്റൻസി. എപ്പോഴുമുള്ള ആ ഒരു സ്നേഹം എന്നും നിൽക്കണം. അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് സ്നേഹത്തിൽ കാണിച്ചു ആ സ്നേഹം കൊണ്ട് ആശ്വസിച്ച് അടുത്ത നിമിഷത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഒരാൾക്ക് വളരെ ടഫായിരിക്കും. സോ അത്രേ ഉള്ളൂ. ബൈ.